ഇതൊരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് അറിയാൻ ആരെങ്കിലും ഈ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യുക. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ നമുക്കൊരു PVC ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2 സ്വിച്ചും 2 സോക്കറ്റ് കിട്ടുന്നതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്വിച്ചും സോക്കറ്റാണ് വേണ്ടത് നമ്മൾ കടയിൽ ചെന്ന് പറഞ്ഞ് അതിനനുസരിച്ചുള്ള PVC ബോക്സ് കിട്ടും. പിന്നെ ഇത് കണക്ക് 2 ഹോൾഡറും 2 സ്വിച്ചും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കണക്ക് ഒരു 3 പിൻ സോക്കറ്റും. പിന്നെ 1.5ന്റെ 3 കോർ വയർ ഞാൻ എടുത്തിട്ടുണ്ട്. 3 കോർ എന്ന് പറയുമ്പോൾ ഇതിനകത്തൂടെ 3 വയർ വരും. അതായത് ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇങ്ങനെ 3 വയർ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഞാനിത് വളരെ നീളം കുറച്ചാണ് വയർ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര നീളത്തിലാണ് എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കേണ്ടത് അത്രയും നീളത്തിൽ നിങ്ങൾ വയർ മേടിക്കുക. ഇനി ആദ്യം നമുക്ക് നമ്മുടെ PVC ബോക്സിന്റെ സ്ക്രൂ ഊരിയിട്ട് നമുക്ക് ഈ PVC ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇനി PVC ബോക്സിന്റെ ടോപ്പ് കവർ നമ്മളിങ്ങനെ തിരിച്ച് നോക്കാൻ നേരത്ത് ആ 4 ഹോളിനകത്ത് 2 ഹോളിനകത്ത് ചെറിയ 2 മാർക്കിംഗ് കാണാൻ പറ്റും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ചിനെക്കാട്ടി വലിപ്പം സോക്കറ്റിന് ഉള്ളതുകൊണ്ട് തന്നെ സോക്കറ്റ് നമ്മൾ വെക്കാൻ പരുവത്തിന് നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാർക്കിംഗ് കൊടുത്തേക്കുന്നത്. ഈ ഒരു മാർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു PVC ബോക്സ് വെട്ടിയെടുക്കാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ 2 ഹോളും വെട്ടി വലുതാക്കാം. അങ്ങനെ ആ ഹോൾ 2 ഞാൻ വലുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോക്കറ്റും സ്വിച്ചും ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇത് ഒരു സ്ക്രൂവും നട്ടും കിട്ടും. ഇതുപയോഗിച്ചാണ് നമ്മൾ ഈ PVC ബോക്സിലോട്ട് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല, PVC ബോക്സിന് ഡാമേജ് വരും. ഇനി അടുത്തായിട്ട് നമുക്ക് സ്വിച്ച് ഫിറ്റ് ചെയ്യാം. സ്വിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വിച്ചിലോട്ട് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ നെഗറ്റീവ് ലൈൻ കാണാൻ പറ്റും. ഈ ഒരു പൊസിഷൻ ശരിക്കുമാണ് സ്വിച്ച് ഓൺ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ താഴോട്ട് വരുന്ന രീതി വേണം നമ്മൾ PVC ബോക്സിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ 2 സ്വിച്ചും 2 സോക്കറ്റും ഈ ഒരു PVC ബോക്സിൽ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ലെഗിൽ നിന്നും ഒരു വയർ നമുക്ക് കണക്ട് ചെയ്യാം. ഞാനിവിടെ രണ്ടാമത്തെ ലെഗാണ് എടുക്കുന്നത്. ഈ ലെഗിൽ നിന്ന് ഞാൻ സോക്കറ്റ് നേരെ ഇരിക്കുമ്പോൾ വല സൈഡിലുള്ള ലെഗിലോട്ട് ഒരു വയർ കണക്ട് ചെയ്യുവാണ്. നമ്മൾ ഈ വയർ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക, ലൂസ് കോൺടാക്ട് വരാൻ പാടില്ല. ഇനി രണ്ടാമത്തെ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ലെഗിൽ നിന്നും നമുക്ക് രണ്ടാമത്തെ സോക്കറ്റിൻ്റെ വല സൈഡിലുള്ള ലെഗിലോട്ട് ഒരു വയർ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ സ്വിച്ച് വഴി സോക്കറ്റിലേക്ക് കൊടുത്തത് ഫേസ് ലൈനാണ്. ഇനി അടുത്ത് നമുക്ക് ന്യൂട്രൽ ലൈൻ കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 സോക്കറ്റിൻ്റെ ഒന്നാമത്തെ ലെഗുകൾ തമ്മിൽ ഒരു കറുത്ത വയർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുകയാണ്. ഇനി നമുക്ക് എർത്ത് വയറോടെ കണക്ട് ചെയ്യാം. അപ്പോൾ സോക്കറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ സിംഗിളായിട്ട് ഇരിക്കുന്നതാണ് എർത്ത് വയർ. ഇവ തമ്മിൽ നമുക്കൊരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്വിച്ചിൻ്റെ ഒന്നാമത്തെ ലെഗുകൾ തമ്മിൽ ഇതുപോലൊരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ PVC ബോക്സിൻ്റെ താഴത്തെ പോർഷൻ എടുത്തിട്ട് അതിനകത്തൊരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിനകത്തൊരു കേബിൾ കയറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ആ കേബിളിന് ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാം. ഈ കെട്ടിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊരു വലിയ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അകത്തിരിക്കുന്ന വയറിങ്ങിനൊന്നും ഒരു കംപ്ലൈൻറ്റും വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കേബിളിൽ നിന്നിരുന്ന റെഡ് വയർ നമുക്ക് സ്വിച്ചിൻ്റെ മുകളിലത്തെ ലെഗിൽ ഏതെങ്കിലും ലെഗുമായിട്ട് കണക്ട് ചെയ്യാം. അതായത് നമ്മൾ ചെറിയൊരു വയർ ഉപയോഗിച്ച് 2 ലെഗുകൾ തമ്മിൽ കണക്ട് ചെയ്തില്ലേ, അതിലേതെങ്കിലും ഒരു ലെഗുമായിട്ട്. കേബിളിൽ നിന്നിരുന്ന ബ്ലാക്ക് വയർ നമ്മൾ സോക്കറ്റിൻ്റെ ഒന്നാമത്തെ ലെഗുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ബ്ലാക്ക് വയറിൽ ഏതെങ്കിലും ഒരു ലെഗുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി ഈ കേബിളിൽ നിന്നിരുന്ന ഗ്രീൻ വയറാണ് എർത്ത് വയറായിട്ട് എടുക്കുന്നത്. ഈ എർത്ത് വയർ നമ്മൾ കണക്ട് ചെയ്തെടുത്ത സോക്കറ്റിൽ എർത്ത് വയറായിട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് കേബിളിൻ്റെ മറ്റേ എൻഡിൽ ഇതുപോലൊരു 3 പിൻ സോക്കറ്റോട് കൊടുക്കാം. 3 പിൻ സോക്കറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ വലത് സൈഡിൽ വേണം ഫേസ് ലൈൻ കൊടുക്കാനായിട്ട്, ഇടത്ത് സൈഡിൽ ന്യൂട്രും, അതുകൊണ്ട് ടോപ്പിൽ നമ്മൾ എർത്തുമാണ് കൊടുക്കേണ്ടത്. കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഒരു 3 പിന്നൂടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഇത് വർക്ക് ചെയ്യും. എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പ്ലഗ് ഇൻ ചെയ്യുന്നു. ഓക്കെ, ഒന്നാമത്തെ സോക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത രണ്ടാമത്തത്, യെസ്, രണ്ടാമത്തെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ ലോക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പൈസ കളയാനായിട്ട് നല്ലത് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക.